സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, തിരുവനന്തപുരത്ത് ശ്രീനാരായണീയം കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വേദിയിൽ സാക്ഷാൽ വിഷം ചീറ്റുന്ന വെള്ളാപ്പള്ളി നടേശനും ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശന് വാനോളം പുകഴ്ത്തിയാണ് പിണറായി വിജയൻ സംസാരിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ അതേ പകർപ്പാണ് വെള്ളാപ്പള്ളി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ശ്രീനാരായണ ഗുരുവിന് എന്താണ് കള്ള് കച്ചവടമായിരുന്നോ? നമ്മൾ മനസ്സിലാക്കണം. പലിശയ്ക്ക് കൊടുപ്പായിരുന്നോ? വിദ്യാഭ്യാസ കച്ചവടമായിരുന്നോ ശ്രീനാരായണ ഗുരുവിന്? അപ്പോൾ ശ്രീനാരായണ ഗുരുവിന് മനഃപൂർവമായി പിണറായി വിജയൻ ആക്ഷേപിക്കുകയാണ്. പിണറായി വിജയന് ഭരണം നിലനിർത്തണമെങ്കിൽ ഏതെല്ലാം വഴികളുണ്ട്, എന്തെല്ലാം ചെയ്യാം. അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിൻ്റെ അതേ പകർപ്പാണെന്ന് പറയുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? അപ്പോൾ ഇവിടെയുള്ള ഈഴവ സമുദായത്തെയും കേരളത്തിൻ്റെ പാരമ്പര്യത്തെയും ആക്ഷേപിക്കുകയാണ് പിണറായി. ശ്രീനാരായണ ഗുരു പറഞ്ഞത് മദ്യം വിഷമാണ്, കൊടുക്കരുത്, കുടിക്കരുത്, ജാതി ചോദിക്കരുത്, പറയരുത്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ആ ശ്രീനാരായണ ഗുരുവിന് അതേ പകർപ്പാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണ്? പിണറായി എന്താണ് കേരളത്തിലെ ജനങ്ങളെ പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈഴവ സമുദായത്തെ പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അപ്പോ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു കൺവെൻഷൻ നടത്തുക, എന്നിട്ട് വെള്ളാപ്പള്ളിയെ പുകഴ്ത്തുക, പൊന്നാട അണിയിക്കുക, ഷാൾ അണിയിക്കുക. അപ്പോ അതിനുശേഷം വെള്ളാപ്പള്ളി പറയുകയാണ്, മാപ്പിള ലഹള എന്ന് പറയുന്നത് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തതാണ്, വംശീയ ഹത്യയാണ് മാപ്പിള ലഹള മൂലം ഉണ്ടായത്. മാപ്പിള ലഹള എന്താണ് ഉണ്ടായത്? എന്തിനു വേണ്ടി ഉണ്ടായോ? ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് മാപ്പിള ലഹള. മുസ്ലിങ്ങൾ മാത്രമല്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ മലബാർ ഭാഗത്തുണ്ടായതാണ് മാപ്പിള ലഹള. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ഈ നടേശൻ. വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാരണം കേരളത്തിൽ ഏതെല്ലാം തരത്തിൽ മതവിദ്വേഷം നടത്താനൊക്കും, ഏതെല്ലാം രീതിയിൽ വെറുപ്പും വിദ്വേഷം വളർത്താനൊക്കും, മതസ്പർദ്ധ ഉണ്ടാക്കാനൊക്കും എന്ന് അയാള് ഡിഗ്രിക്ക് പഠിക്കുകയാണ് അതിനു വേണ്ടി. അപ്പോ അയാൾ പറയുന്നത് വംശീയ ഹത്യയാണ്, ഹിന്ദുക്കളെ ഒരുപാട് കൂട്ടക്കൊല ചെയ്തു, ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. അതൊരു പുതിയ അറിവാണ്. ഇതുവരെ ഈ സംഘപരിവാർ ശക്തികൾ പോലും പറയാത്ത കാര്യങ്ങളാണ് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അപ്പോ ഇതില് മനം നൊന്നിട്ടാണ് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം ആലുവ മണപ്പുറത്ത് സംഘടിപ്പിച്ചത്. അതിൻ്റെ മുന്നോടിയായി കുമാരനാശാനെ ഈ നിജസ്ഥിതി അറിയാൻ വേണ്ടി മലബാർ ഭാഗത്തോട്ട് അയക്കുന്നു. അദ്ദേഹം നിജസ്ഥിതി വന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു വന്നു, ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി. അപ്പോൾ ഈ വെള്ളാപ്പള്ളി നേശാപ്പം ഉണ്ടായിരുന്നു. എന്താ തെണ്ടിത്തരമാണ് ഇയാൾ പറയുന്നത്? ഇയാൾ പറയുന്നതിന് എന്തെങ്കിലും ചരിത്ര സത്യമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ എന്തുമാകാം, കേരളത്തിൽ എന്തുമാവാം, എന്ത് വിദ്വേഷവും ഇവിടെ പ്രചരിപ്പിക്കാം, വെറുപ്പും വിദ്വേഷവും ഒക്കെ കൂട്ടിക്കലർത്തി ഇവിടെ വർഗീയ ചേരിതിരിവുണ്ടാക്കാം. എന്നിട്ട് അയാൾ വെല്ലുവിളിക്കുകയും കൂടെയാണ്, എനിക്കെതിരെ കേസെടുത്തോളാൻ. അപ്പോൾ ഇയാൾക്ക് എന്തുവാ, ഇയാൾ അവസാന കാലം ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും. ഇയാൾ അല്ലെങ്കിൽ പുഴുത്തു ചാവും. നിങ്ങൾ കണ്ടോളി. ഇവിടെ ഈ പിണറായി വിജയൻ മാത്രമല്ല, ഈ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും പുഴുത്തേ മരിക്കുള്ളൂ. ഇവരെല്ലാം കഷ്ടപ്പെടും. വീട്ടുകാർ പോലും ഇവരെ വെറുക്കും. ഇവരെ യാതൊരു കാരണവശാലും ഇവരെ ഒന്നും ശ്രദ്ധിക്കരുത്. നിങ്ങൾ കണ്ടോളി, ചരിത്രം നമുക്ക് സാക്ഷിയാണ്. എന്തായാലും ശരി, മാപ്പിള ലഹള ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നടത്തിയതാണ്. ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. വേറെ കുറെ കാര്യങ്ങൾ ഇയാൾ പറയുന്നുണ്ട്. മതപരിവർത്തനം നടത്തിയെന്ന്, ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തി ഇസ്ലാമിലാക്കി. എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞു കൂട്ടുന്നത്? അപ്പൊ വയസ്സാവുമ്പോഴത്തേക്ക് ഇയാൾ ഈ തവളയെ പോലെ ഈ കള്ള് കച്ചവടം ചെയ്യുന്നവൻ കള്ളും കുടിച്ച് ബോധമില്ലാതെയാണോ പറയുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല.
അപ്പൊ ഇയാള് സത്യത്തിൽ വേണ്ടതെന്ന് പറയുന്ന ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുന്നതാണ്. 86 വയസ്സായി, മരിക്കാൻ കിടക്കുകയാണ് ഇയാള്. ഈ തവള പറയുന്നത് പോലെ വന്നിരുന്ന് ആരെങ്കിലും പറയുന്ന എഴുതി കൊടുക്കുന്നത് അതേപോലെ വായിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ശരി, നിജസ്ഥിതി അറിയാൻ കുമാരനാശാനെ അയച്ചു. കുമാരനാശാൻ വന്ന് ഗുരുദേവന്റെ അടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നു. അതിൻ്റെ അതുകൊണ്ട് ആലുവ മണപ്പുറത്ത് വെച്ച് സർവ മത സമ്മേളനം നടത്തി ഏത് മതമായാലും ശരി മനുഷ്യര് നല്ലതുപോലെ കഴിയണമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോ ഈ വെള്ളാപ്പള്ളി പറയുന്നതോ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി. എത്രയോ വർഷമായി അത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാളും ഇയാളെ മകനും ചെയ്തു കൂട്ടുന്നത് പലിശയ്ക്ക്. അതായത് സ്വന്തം സമുദായത്തിലുള്ളവരെ തന്നെ കള്ളു കുടിപ്പിക്കുക, എന്നിട്ട് പലിശയ്ക്ക് കൊടുക്കുക. നിങ്ങൾക്കറിയാം, മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കിയത് ഗവൺമെന്റിന്റെ ചെലവിൽ തന്നെ ഉണ്ടാക്കി അതിൽ വെട്ടിപ്പ് നടത്തിയയാളാണ് ഈ വെള്ളാപ്പള്ളി. സ്വന്തം സമുദായത്തിലെ ആളുകളെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അതിൽ വെട്ടിപ്പ് നടത്തിയവരാണ്. അപ്പോൾ ഇയാൾ കാണിക്കുന്ന തെമ്മാടിത്തരം തന്നെ. ഇപ്പോ ശ്രീനാരായണ സംരക്ഷണ സമിതി കോട്ടയത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഇയാളെ പറ്റി. ഈ ഇങ്ങനെ വിടുവായിത്വം പറയുന്നതിനും വർഗീയ വിദ്വേഷം പരത്തുന്നതിനും എതിരെ എന്തായാലും കേസെടുക്കും. അവസാന കാലത്ത് ജയിലിൽ കിടക്കാമെന്നാണ് പിണറായി ഉദ്ദേശിക്കുന്നത്. പിണറായി ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഇയാൾ അകത്താക്കാനായിരിക്കും. പക്ഷെ എന്തായാലും ശരി, ഈ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കി കഴിയുന്നത്ര സീറ്റ് പിടിക്കുക, അല്ലെങ്കിൽ കഴിയുന്നത്ര സീറ്റ് BJPക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി എന്തും ഇവർ പറയും. കേരളത്തിൽ ഹിന്ദുമതം ന്യൂനപക്ഷമാവുകയാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞു കൂട്ടുന്നത്. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും. യഥാർത്ഥ ദൈവവിശ്വാസി അല്ലെങ്കിൽ അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും. ചരിത്രം പറയുന്നത് അതാണ്. അധികാരത്തിൽ ഇരിക്കുന്നവരുടെ ഇടയിലേക്ക് എവിടെയായിരുന്നാലും ശരി, ഇന്ത്യയിലും പ്രത്യേകിച്ച് ഈ മൂന്നാം ലോക രാജ്യങ്ങളുടെ ഇടയിലേക്കാണ്. അത് ഏഷ്യയിൽ ഈ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ കൂടുതലാണ്. ഏഷ്യ ഭൂഖണ്ഡത്തിലും നമ്മുടെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും യൂറോപ്പിൽ അത് കുറവാണ്. അധികാരത്തിൽ ഇരിക്കുന്ന ഏഷ്യക്കാർ, പ്രത്യേകിച്ച് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അവിടെയൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ആ ഭാഗത്തോട്ടൊന്ന് കണ്ണോടിച്ച് മനസ്സിലാവും. അധികാരം എവരുടെയൊക്കെ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് ദുഷിപ്പിലേക്കേ പോകുള്ളൂ. അതായത് യഥാർത്ഥ ദൈവ ഭയമുള്ള ഒരു വിശ്വാസിയാണ് ഭരിക്കുന്നതെങ്കിൽ അവൻ ഭയന്ന് ജനങ്ങളെയും ദൈവത്തെയും ഭയന്നേ ഭരണം നടത്തുള്ളൂ. എന്തായാലും ശരി, ഹെലികോപ്റ്ററിൽ പറന്നു നടന്ന് വിഷം തുപ്പുന്നവനാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ അച്യുതാനന്ദൻ സഖാവ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ അച്യുതാനന്ദൻ സഖാവ് എന്താണ് പറഞ്ഞത്? ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് വിഷം തുപ്പുന്നവനാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന് ഈ വെള്ളാപ്പള്ളി നടേശനെ പറ്റി നല്ലതുപോലെ അറിയാം. അതുപോലെ അഴീക്കോട് സുകുമാരൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇവന് കള്ള് കച്ചവടമാണ്, ഇവന് പലിശയ്ക്ക് കൊടുപ്പാണ്, ഇവൻ ഈഴവ സമുദായത്തെ നശിപ്പിക്കുകയാണ്, ദുഷിപ്പിക്കുകയാണ്, ഇവൻ പടുകുഴിയിലേക്ക് ഈഴവ സമുദായത്തെ കൊണ്ടുവന്നാക്കും. എനിക്ക് ഈഴവ സമുദായത്തിലെ സംസ്കാര സമ്പന്നരായ മതേതര വിശ്വാസികളോട് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ഈ വിഷൻ ചീറ്റിയെ നിങ്ങൾ SNDPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം. അന്തസ്സും അഭിമാനമുള്ള സംസ്കാര സമ്പന്നനായ വിദ്യാഭ്യാസമുള്ള ബുദ്ധിയുള്ള നല്ല ഒരു മനുഷ്യനെ നിങ്ങൾ ഈ SNDPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കണം. എന്നിൽ മാത്രമേ ഈ സമുദായത്തിന് എന്തെങ്കിലും ഉയർച്ച ഉണ്ടാവുള്ളൂ. ഇയാളെ പോലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായത്തെ എങ്ങനെ ഇകഴ്ത്താം, എങ്ങനെ അവരെ താഴ്ത്തിക്കൊണ്ടുവരാം എങ്കിലേ ഇയാൾക്ക് നിലനിൽപ്പുള്ളൂ. അപ്പൊ ഇയാൾക്കും ഇയാളുടെ മകനും ഇയാളുടെ കുടുംബത്തിനും നിലനിൽക്കണമെങ്കിൽ ഈഴവ സമുദായത്തെ താഴ്ത്തി തന്നെ നിലനിർത്തണം. അപ്പോ അതല്ല, എല്ലാ സമുദായങ്ങളും, എല്ലാ പിന്നോക്ക സമുദായമായിരുന്നാലും ശരി, പട്ടികജാതി പട്ടികവർഗക്കാരായിരുന്നാലും അവരെല്ലാം ഉയർന്നു വരണം, നല്ല നല്ല സ്ഥാനങ്ങളിലെത്തണം. വിദ്യാഭ്യാസം കൊണ്ട് സമ്പന്നരാവണം. അവർ പൈസ കൊണ്ടല്ല, വിദ്യാഭ്യാസം കൊണ്ട് സമ്പന്നരാവണം. എല്ലാ രംഗങ്ങളിലും
ഇപ്പോൾ ക്ഷേത്രങ്ങളിലായിരുന്നാൽ ക്ഷേത്രത്തിന്റെ പൂജാരികൾ, നിങ്ങൾക്കറിയാമല്ലോ, ഹിന്ദു ക്ഷേത്രങ്ങളിൽ പൂജാരികൾ, ഈ പിന്നോക്കക്കാരനോ ദളിതനോ ആർക്കെങ്കിലും അവിടെ പൂജാരിയാകാൻ കഴിയും? ഇല്ല, കഴിയില്ല. അവരെ അകറ്റി നിർത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? അതിനൊക്കെ ഇവർ വിദ്യാസമ്പന്നരായി ഇവരതിനെയൊക്കെ ചോദ്യം ചെയ്ത് ഈ അവരുടെ അവകാശങ്ങളും അധികാരങ്ങളും പിടിച്ചെടുക്കാൻ അവർ ശ്രമിക്കണം. അല്ലാതെ ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെ കള്ളു കച്ചവടം ചെയ്ത് ഈ പലിശയ്ക്കും കൊടുത്ത് ജീവിക്കുന്ന യവനെയെല്ലാം പിടിച്ച് ഈ അധികാര സ്ഥാനങ്ങളിൽ ഇരുത്തരുത്. അവനെയെല്ലാം വലിച്ചിറക്കണം, നല്ല അടി കൊടുത്ത് പുറത്താക്കണം എന്നാണ് എനിക്ക് ഈ ഈഴവ സമുദായത്തിലെ ആൾക്കാരോട് പറയാനുള്ളത്. ഇപ്പോ ശ്രീനാരായണ സംരക്ഷണ സമിതി എന്തായാലും അതിനുവേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവര് കോട്ടയത്ത് പോലീസ് സ്റ്റേഷനിൽ കേസും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ശരി, നമ്മുടെ ഒരു നല്ല നാളേക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങളെല്ലാം ഒത്തൊരുമയോടുകൂടി ജാതീയ വേർതിരിവില്ലാതെ വെറുപ്പും വിദ്വേഷമില്ലാതെ സന്തോഷത്തിലും സഹകരിച്ച് കഴിയണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വെള്ളാപ്പള്ളി നടേശനായിരുന്നാലും ഈ പരമചറ്റ യായ ജോർജ് ആയിരുന്നാലും ശരി, അതിന് സപ്പോർട്ട് ചെയ്യുന്ന പിണറായി വിജയനായിരുന്നാലും ശരി, നിങ്ങളുടെയൊക്കെ മനസ്സ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇത്രയും വൃത്തികെട്ട മനസ്സുള്ള ജീവികൾ നിങ്ങളായിപ്പോയല്ലോ. നിങ്ങളെല്ലാം ഇതെല്ലാം മാറ്റിവെക്കണം. വയസ്സായി, എപ്പോഴും നമുക്ക് മരണം സംഭവിക്കും. നാളെ ജനങ്ങൾ നമ്മളെപ്പറ്റി നല്ലത് പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ ഔന്നത്യത്തിനും അവരുടെ ഉയർച്ചയ്ക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാണ് പറയാനുള്ളത്. കേരളത്തിലെ പൊതുസമൂഹം ഇങ്ങനെയുള്ള നികൃഷ്ട ജീവികളെ വെറുത്ത് കളയണം. നല്ല ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. നിങ്ങളെല്ലാം നല്ല നാളേക്ക് വേണ്ടി, ഇന്ത്യയുടെ കേരളത്തിൻ്റെ നല്ല നാളേക്ക് വേണ്ടി പ്രയത്നിക്കണം. ജയ് ഭാരത്, ജയ് ഹിന്ദ്.